ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് മാർച്ച് 8-ാം തീയതിയാണ്, അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. അപ്പോൾ നിങ്ങളുമായിട്ട് എനിക്കൊരു കുഞ്ഞു കാര്യം, എൻ്റെ കുഞ്ഞിലുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ കുഞ്ഞിലാകുമ്പോൾ എനിക്കുള്ള വളരെ ഒരു വലിയ സംശയമായിരുന്നു, എന്തിനാണ് ഒരു വനിതാ ദിനം എന്തിനു കൊണ്ടാടണം. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് എന്നും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പോരാളിൻ്റെ അമ്മയാണ് പറയില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ എൻ്റെ അമ്മേനെ കണ്ടിട്ടാണ് ഞാൻ കുഞ്ഞിലേ, പിന്നെ നമ്മൾ ഏതൊരാളും നമ്മുടെ അമ്മയെ കണ്ടിട്ടാണ് കുറേ കാര്യങ്ങൾ പഠിക്കുക. അമ്മ ഒരുപാട് കാര്യങ്ങൾ, ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ രാവിലെ അമ്മ നേരത്തെ എണീറ്റ് എല്ലാതും വൃത്തിയാക്കിയിട്ട് കുളിച്ച് ഭക്ഷണം പാകം ചെയ്ത് നമ്മളെ ഉണർത്തി നമ്മളെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് സ്കൂളിലേക്ക് വിടും. അതിൻ്റെ ഇടയിൽ വല്ല ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യിക്കും, പഠിപ്പിക്കും. അങ്ങനെയുള്ള ഒരു പോരാളിയായിട്ട് ഇങ്ങനെ എല്ലാ ഒരുപാട് വനിതകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വനിത എൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഒരു കോളേജ് ലൈഫിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു ദിനം. എൻ്റെ അമ്മയ്ക്ക് എന്നും വനിതാ ദിനം, കാരണം എൻ്റെ അമ്മ എന്നും പോരാടിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ സിറ്റുവേഷനുമായിട്ട്. അപ്പോൾ നമ്മളെല്ലാവർക്കും പറയാനുള്ളത്, അതിനൊരു കഥ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു കഥയുടെ പരിണിത ഫലമായിട്ടാണ് നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനം കൊണ്ടാടുന്നത് മനസ്സിലാവും. ഇംഗ്ലണ്ടിൽ കുറച്ച് തൊഴിലാളികൾ, സ്ത്രീകളുടെ അവരുടെ തുല്യവേതനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് എല്ലാ വനിതകൾക്കും വേണ്ടിയിട്ട് ഒരു വനിതാ ദിനം എന്ന ആശയം വഴിയാണ് നമുക്ക് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി കൊണ്ടാടുന്നത്. അതൊക്കെ കുറച്ച് നമുക്ക് അറിയാത്ത കാലത്ത് നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലേ ചിന്തിക്കുക, അറിയുന്ന കാലം വരുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഗൈസ്, എനിക്ക് ഈ വനിതാ ദിനത്തിൽ നിങ്ങളുടെ ഓരോരുത്തരോടും പറയാനുള്ളത്, ഞാൻ ഉൾപ്പെടെ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ സ്ത്രീകളുടെ അത്ര വളരെയധികം സ്ത്രീകളുടെ ഹൃദയമാണ് ഏറ്റവും കഠിനമുള്ള ഹൃദയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയും വലിയ ലോകത്തിൽ ഏറ്റവും വലിയ പോരാളിയാണ് നമ്മളൊരു കുഞ്ഞായി ജനിക്കുന്നു, കുഞ്ഞായിട്ട് വലിയതായിട്ട് നമ്മളൊരു കല്യാണം കഴിച്ച് ഇതാക്കുന്നു. നമുക്ക് പല ആളുകൾക്കും പല സിറ്റുവേഷനിലൂടെ കടന്നു പോവുക. ചില ആളുകൾ നമ്മുടെ ജനിച്ച അന്ന് മുതൽ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും എപ്പോഴും കിട്ടണില്ല. പിന്നെ നമ്മൾ വേറൊരു ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് നല്ല സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കണം. പിന്നെ നമ്മുടെ പ്രാരാബ്ദവും കാര്യങ്ങളും. അതുപോലെ ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ് അത് ചെയ്യാൻ കഴിയൂ എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ നമ്മൾ രാവിലെ എണീക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, സ്കൂളിൽ പറഞ്ഞയക്കുന്നു, അങ്ങനെ മൾട്ടിപ്പിൾ പർപ്പസ് ജോലി ചെയ്യാനുള്ള ഒരു ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആകെ ഒരു വ്യക്തിയുള്ളൂ സ്ത്രീകൾ. അതേപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ തോൽപ്പിക്കാൻ ആരുമില്ല. നമ്മുടെ അത്ര മനോബലമോ നമ്മുടെ അത്ര ചിന്താശക്തിയോ ഒരു ഇതിനുമില്ല. പക്ഷെ നമ്മൾ പല കാരണങ്ങളാൽ നമ്മൾ ഡൗൺ ആയിട്ട് പോവാറുണ്ട്. നമുക്കത് ചെയ്യാൻ കഴിയുമോ, ഞാനത് ചെയ്താൽ എന്നെ കുഴപ്പമുണ്ടാവുമോ, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ പല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളതിനെ പിന്നോക്കം വലിക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വനിതാ ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് സ്വയം എന്നോടും ഞാൻ പറയുന്നത്, അഖിലയ്ക്ക് എന്താണ് തോന്നുന്നത് ഇനി തൊട്ടുള്ള വർഷം 2025 വരെയുള്ള അഖില എങ്ങനെയാണോ അത് മാറ്റണം. അങ്ങനെയാണോ അഖില ജീവിച്ചത്, ആ ജീവിത രീതികൾ മാറ്റി 2026 തൊട്ടിട്ട് പുതിയൊരു വളരെയധികം നമ്മുടെ വോയിസിനൊരു ശക്തി ഉണ്ടായിരിക്കണം. ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ അത് വളരെ ശക്തമായി, നമ്മളെപ്പറ്റി ഒരാൾ നമ്മളറിയാത്ത കാര്യം പറയുമ്പോൾ, അങ്ങനെ എന്തോ കാര്യങ്ങളായിക്കോട്ടെ, അപ്പോൾ നമ്മൾ വളരെ ശക്തമായിട്ട് പോരാടണം. അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും നമ്മളെ അപമാനിക്കുന്ന തരത്തിൽ ആരെങ്കിലും ഇടപെടുക കാര്യങ്ങളോ ചെയ്യുക, നമ്മൾ പ്രതികരിക്കണം. ഇപ്പോൾ പ്രതികരിച്ചാലേ, അപ്പം നമ്മൾ നല്ലവണ്ണം എന്ത് ചെയ്യണം, പ്രതികരിക്കണം. അല്ല വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്.
നല്ലോണം പ്രതികരിക്കണം. പിന്നെ നമ്മുടെ എന്തൊരു സിറ്റുവേഷനിലും ഓൺ ദ സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കണം. അത് നിങ്ങളുടെ എല്ലാ വനിതകളോടും എനിക്ക് പറയാനുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് അയ്യോ അന്ന് ചെയ്തതിക്ക് ഹേർട്ടായി, അങ്ങനെയല്ല. നമുക്കൊരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞ് നമുക്ക് അപ്പം തന്നെ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ അനുസരിച്ച് പ്രതികരിക്കണം. അപ്പോൾ ഈ ഒരു വനിതാ ദിനത്തിൽ എനിക്ക് എൻ്റെ എല്ലാ വനിതകളോടും പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, നമുക്ക് ഒരുപാട് നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ട് നമുക്കൊന്നുമില്ല. നല്ല രീതിയിൽ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വളരെയധികം പരിശ്രമിക്കുക. നിങ്ങളോട് മാത്രമല്ല, ഞാൻ എൻ്റെ തന്നോട് പറയുന്നതാണ്. എനിക്കും ഒരുപാട് കുന്നോളം സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു ഊർജവും എല്ലാ കാര്യങ്ങളും സർവേശ്വരൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ.